ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി വൈഷു സ്കൂൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് എൻ്റെ റൂം എന്നെ കയ്യിൽ നിന്ന് പോയി ഗൈസ്. എ സി ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. എ സി എന്നല്ല, ഇനി ഏത് ഇലക്ട്രിക് ഉപകരണങ്ങളാണെങ്കിൽ പോലും ഇടയ്ക്കൊന്ന് സർവീസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. സർവീസ് ചെയ്യാൻ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ അത്. അതിലൂടെ ഇങ്ങനെ തേനീച്ച ചെറുതായിട്ട് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. മൊത്തം അഴിച്ച് നോക്കിയപ്പോൾ കണ്ട കാഴ്ച വളരെ ഭയാനകമായിരുന്നു ഗൈസ്. അങ്ങനെ എ സി അവർ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയിട്ട് തിരിച്ചു കൊണ്ടുതരാമെന്നും പറയുകയും ചെയ്തേ. ഈ എ സി കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇതിൻ്റെ പിൻവശം നോക്കി ഇതായിരുന്നു അവസ്ഥ. അത്യാവശ്യം നല്ല രീതിക്ക് തേനെടുത്തിട്ടുണ്ട് അതെന്ന്. ഇത് അഴിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലില്ല കേട്ടോ. ഇത് ഫോട്ടോ അയച്ചെന്നോ എനിക്ക് കട്ടയ്ക്ക് അയച്ചെന്നാണ്. കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. തിരിച്ചു വന്ന് ഞാൻ നോക്കുമ്പോൾ ഇതാണ് എ സിൻ്റെ പിൻവശത്തിൻ്റെ അവസ്ഥ. അതായത് എ സിയുടെ സ്വിച്ച് തൊട്ടിട്ട് എ സി വരെയുള്ള ആ ഒരു വയറിംഗ് ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇത് കടന്നു കൂടിയിരിക്കുന്നു. നന്നായി തേനിങ്ങനെ ഉൽപ്പാദിപ്പിക്കുക അവർ. എ സി അല്ലേ, നല്ല തണുപ്പും ഉണ്ടായിട്ടുണ്ടാവും. നല്ല സുഖമായിട്ട് ഓരോരോ പരിപാടി ഒപ്പിക്കായിരുന്നു. എൻ്റെ ഭഗവാനെ, ഞാൻ അതൊന്നും അറിഞ്ഞില്ല. വെറുതെ ഒരു കട്ടേൻ്റെ സർവീസ് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ കൂടെ ചെയ്തോന്ന് പറഞ്ഞതാ. അപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. ഇതിപ്പോൾ കട്ടയാണ് കേട്ടോ, നിങ്ങൾ ബംഗാളിയെന്ന് കരുതരുത്. നമ്മുടെ കട്ടയാണ്. കട്ട ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ ഇതിപ്പോൾ മൊത്തം ക്ലീൻ ചെയ്ത് ഹിറ്റടിച്ചിട്ടുണ്ട്. പിന്നെ എന്താ, ഡീസൽ വെച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയോ വെച്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി ഇത് ഇങ്ങോട്ട് വരരുതല്ലോ. ഇവരെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് വരാൻ ഞാൻ ഇവിടെ എന്താ വല്ല ടൂറിസ്റ്റ് കേന്ദ്രം നടത്തുകയാണോ? ഈ സ്വിച്ച് ബോർഡ് ബൾജ് ചെയ്തപ്പോഴേ എനിക്ക് തോന്നി എന്തോ എവിടെയോ ഒരു തകരാറുണ്ടല്ലോ എന്ന്. അപ്പം ഞാൻ ഡാഡിയുടെ അടുത്ത് പറഞ്ഞതാ, അച്ഛാ കോയക്കായിനെ വിളിച്ചോളൂ, എന്തോ പ്രശ്നമുണ്ട്, സ്വിച്ച് ബോർഡ് ബൾജായിട്ടുണ്ടെന്ന്. വിളിക്കുക നാളെ നീളെ ഞങ്ങൾ ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പൊളിക്കും ഗൈസ്. അങ്ങനെ നീണ്ട് പോയപ്പോഴത്തേക്കും അവർ സ്വിച്ച് ബോർഡ് തൊട്ടിട്ട് ആ വയറിങ്ങിൻ്റെ അതുവഴി പോയി എ സീൻ്റെ അവിടെ പോയി എ സീൻ്റെ വാൽവ് വഴിയോ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. സംഭവം ഓരോ 4 ആൾ ഫാമിലി ട്രിപ്പിന് വന്നതായിരിക്കും. ഇപ്പം എന്തായാലും ഒരു കോളനി മൊത്തം അതിൻ്റെ ഉള്ളിലുണ്ട് മക്കളെ. ഇനിയിപ്പം ഇത് തിരിച്ച് വരാത്ത രീതിയിലാക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നടക്കൂ എന്തോ എന്തൊരു. അങ്ങനെ തേനീച്ചയെ തുരത്തുന്നതിൻ്റെ കൂടെ ഞാൻ മൊത്തത്തിലൊരു ക്ലീനിങ് അങ്ങോട്ട് നടത്തി മക്കളെ. മൊത്തം എന്ന് വെച്ചാൽ നന്നായി അങ്ങ് ക്ലീൻ ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ ഹിറ്റ് അടിച്ചുകൊണ്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ അവിടെയല്ല കിടന്നത്. അതാണ് റൂമിൽ നിന്ന് പുറത്ത് പോയി. ഒരു 2-3 ദിവസമായിട്ട് ഞങ്ങൾ റൂമിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ പ്രൊമോഷൻ വർക്ക്സോ എൻ്റെ വീഡിയോസോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്ക് സൗണ്ട് ഇല്ലാതെ, ഒരു സൗണ്ടും ഇല്ലാണ്ട് ഒരു വോയിസൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂമാണ് എനിക്ക് കംഫർട്ട്. കാരണം അത് നമ്മുടെ ഒരു കൂട്ടുകുടുംബമാണല്ലോ. അപ്പോൾ എല്ലായിടത്തും പോയി എനിക്ക് അങ്ങനെ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. എനിക്ക് റൂമിൽ ഞാൻ വാതിലടച്ച് വെച്ച് ഇരുന്നിട്ടാണ് ഞാൻ ചെയ്യാറ്. പിന്നെ അത് മാത്രമല്ല, പിള്ളേരും ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ആ ഒരു പ്രൈവസി അങ്ങോട്ട് കിട്ടാത്തത് കൊണ്ട് അങ്ങോട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കട്ടനെ കല്യാണിൻ്റെ റൂമിലായിരുന്നു ഞങ്ങൾ കിടന്നത്. പാവം, അവരുടെ പ്രൈവസി പോയി. ഒരു അച്ഛൻ്റെ അമ്മേൻ്റെ എന്താ പറയുക, സ്നേഹം എനിക്ക് വേണമെന്ന് പറഞ്ഞ പോലെയും ഞാൻ അവരുടെ നടുക്കായിരുന്നു എന്ന് ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. കട്ടയും അല്ലൂസും നിലത്ത് വിരിച്ച് കിടന്നു. ഞാനും കല്യാണിയും ഹെയ്സും തുമ്പിയും കൂടെ കട്ടിൽ വിലങ്ങനെ കിടന്നു. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളെ 3 ദിവസം ഞങ്ങൾ തള്ളി നീക്കിയത് കേട്ടോ. കാരണം സത്യം പറയുകയാണെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ ഒരു ഗസ്റ്റ് റൂമില്ല. അതായത് ഒരാൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൊടുക്കുക ഒരു റൂം ഉണ്ടാവില്ല. ഞങ്ങൾ എല്ലാവരും പാടെ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ കട്ടേനെ കല്യാണീൻ്റെ റൂം, മുകളിൽ 2 റൂമാണുള്ളത്. കട്ടേനെ കല്യാണീൻ്റെ റൂമും ഞങ്ങളുടെ റൂമും എൻ്റെ മേശാൻ്റെ റൂമും. പിന്നെ താഴെ 2 റൂമാണുള്ളത്. ഒന്ന് അച്ഛൻ്റെ അമ്മേൻ്റെ റൂം, ഒന്ന് അച്ഛൻ്റെ ഇളയമ്മേൻ്റെ റൂം. ഇതോടുകൂടി ഞങ്ങളുടെ റൂമിൻ്റെ കഥ കഴിഞ്ഞു. പിന്നെ അടുക്കള, ഡൈനിങ് ഹാള്, പിന്നെ എന്താ പറയുക, പിന്നെന്താ, ലിവിങ് ഏരിയ, ഇതൊക്കെ തന്നെ വർക്ക് ഏരിയ, സ്റ്റോർ റൂം, അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളല്ലാതെ ഞങ്ങൾക്ക് വേറെ റൂമില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കും. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കി വെച്ചു. പിന്നെ എനിക്ക് മൊത്തം റൂം ഒന്ന് ചേഞ്ച് ആക്കണം എന്ന് വല്ലാത്തൊരു ആഗ്രഹം. എനിക്ക് കുറേ കാലമായി ബെഡ് ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഇതേപോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. കുറേ ഇങ്ങനെ ഒരേപോലെ ബെഡൊക്കെ കിടക്കുന്നുണ്ട്, ഭയങ്കര മടുപ്പ് വരും. അപ്പം ഞാനത് നൈസായിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, ചേഞ്ച് ചെയ്യാൻ പോവാണ്. കട്ടപ്പം എന്താ ചെയ്യണം അറിയോ? എ സീൻ്റെ ആ ഹോളില്ലേ, അതിലേക്ക് ക്ലോത്തിൽ ഡീസലാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വെള്ളി വീഴുന്നുണ്ട് കേട്ടോ. അത് അതിനുള്ളിൽ ഇങ്ങനെ സെറ്റാക്കി വെക്കണം. ഇനി അവന്മാർ വരില്ല എന്നാണ് കട്ട പറയുന്നത്. വരൂലേ എന്ന് ഇനി കുറച്ച് കഴിയും പറയാം. ഇടയ്ക്കിടയ്ക്ക് എ സി സർവീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് വെച്ചാൽ അടുത്തടുത്തല്ല. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു 6 months കഴിഞ്ഞൊരു 4 to 6 months ഇടയിലാണ് ഒന്ന് സർവീസ് ചെയ്താൽ വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും അതൊക്കെ ചെയ്ത് നോക്കണമല്ലേ. ഇത് കുറച്ചുകൂടെ കഴിഞ്ഞ് വല്ല പൊട്ടിത്തെറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ദൈവമേ, എ സി പൊട്ടിത്തെറിച്ച് മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ. എന്തായാലും എന്താ, അങ്ങനെ ഇനി ഇത് തിരിച്ചു വരില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇറക്കി ഓടിച്ചിട്ടുണ്ട് ഐറ്റങ്ങളൊക്കെ. ഒരു പഞ്ചായത്ത് തന്നെ ഞങ്ങൾ നശിപ്പിച്ചു എന്ന് വേണേൽ പറയാല്ലേ. ഒരു പഞ്ചായത്ത് വയ്ക്കില്ല, അതിനും വലുതെന്തായിരിക്കും, ഒരു ജില്ലയൊക്കെയാണെന്ന് തോന്നുന്നു. അമ്മാതിരി ഏരിയ ആണല്ലോ ഒരു കവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എന്തായാലും കട്ടയ്ക്ക് ഇവിടെ ഹെൽപ്പർ ഞാനേനു കേട്ടോ. ഓൻ തരുന്ന സാധനം താഴേക്കൊക്കെ ഓന് പുതിയ സാധനം എടുത്തു കൊടുക്കുക. അങ്ങനെ പാവൻ ചെക്കൻ ചെയ്ത് തരണം പോരാണ്ട് പിന്നെ ഹെൽപ്പർ എന്നൊക്കെ പറയാം.
അങ്ങനെ എന്തായാലും ഇനി തേനീച്ച തിരിച്ച് വരില്ല എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെയാണ്. ഇതൊക്കെ കുറേ ചുരണ്ടിയൊക്കെ നോക്കിയിട്ടോ, ചുരണ്ടി പോക്കാൻ പറ്റുന്നിടത്തോളമൊക്കെ പോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കാണ് ഇനി ഒരു ഇരട്ടിപ്പടി എന്താ വരാൻ പോകണം അറിയോ? ഇനി ഒരു തിരിച്ച് AC ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് റൂം അടിച്ചു വരി തുടയ്ക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് തല കറങ്ങുന്നു വല്ലയ്യ. കാരണം താഴെയൊക്കെ ഫുള്ള് ഇങ്ങനെ കണ്ടോ വാക്സാണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. അതൊക്കെ ഉരച്ച് പോക്കണം. ഇപ്പോൾ ഉരച്ച് പോക്കിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഒരു വന്നു കഴിഞ്ഞാൽ ബാക്കി പണി ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുണികളൊക്കെ മടക്കി വെക്കുന്നുണ്ട്. അങ്ങനെ കുറേ പണികളുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യട്ടെ. 2 ദിവസം സത്യം പറഞ്ഞാൽ ഫുൾ ക്ലീനിങ് തന്നെയായിരുന്നു. എൻ്റെ മെയിൻ പണി ക്ലീനിങ് ആയിരുന്നു. എനിക്ക് പുറത്ത് പോകാണ്ടായിരുന്നു കേട്ടോ. പോയി വന്നതിന് ശേഷമുള്ള പരിപാടികളാണ് ഇതൊക്കെ. അങ്ങനെ മടക്കിയെല്ലാം ഒതുക്കി വെക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ 2 അലമാര കേട്ടോ. ഇപ്പോൾ ഈ വലിയൊരു അലമാരയും വേറൊരു അലമാരയും. എൻ്റെ അല്ലൂട്ടൻ്റെയും തുമ്പിയുടെയും ഡ്രസ്സ് വെച്ച് തന്നെ അത് നിറയും. പിന്നെ വൈശാഖേട്ടൻ്റെ ഡ്രസ്സ് എവിടെ വെക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഗൈസ്. അങ്ങനെ പറഞ്ഞിട്ടാണ് 2ാമത്തെ ഒരു അലമാര വാങ്ങിയത്. ഇപ്പോൾ അതിലും ഏട്ടന് സ്ഥലമില്ല. അങ്ങനെ ഇതാ മക്കളെ ഞാൻ അടിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഏകദേശം ഉറപ്പായി വല്ല ജലദോഷമോ കാര്യങ്ങളൊക്കെ വരാൻ എനിക്ക് ഇനി വേറെ എവിടെയും പോകണ്ട. പിന്നെ എവിടെ തിരിഞ്ഞാൽ അല്ലുവിൻ്റെ തുമ്പിന് കളിപ്പാട്ടങ്ങളാണല്ലോ കേട്ടോ. അപ്പം ഇനി അതൊക്കെ ഒന്ന് എന്താ പറയുക ഒതുക്കണം. 2-2.5 ദിവസത്തിന് ശേഷം നമ്മുടെ AC തിരിച്ചെത്തിയിരിക്കുകയാണ്. 1.5 പണി അതിലെടുത്തിട്ടുണ്ട് എന്നാണ് മൂപ്പര് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം ആശാരി ഉളി എടുക്കാൻ മറന്നെന്ന് പറഞ്ഞ പോലെ മൂപ്പര് AC കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ടൂൾ എടുക്കാൻ മറന്നു പോയി ഗൈസ്. ഇനി പോയി ടൂൾ എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ചേട്ടൻ പോയിട്ടുണ്ട്. ഇവർ ഈ പരിപാടി തീർത്തതിന് ശേഷമാണ് എനിക്ക് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ റൂമിലേക്ക് എനിക്ക് തിരിച്ചു കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വേഗം വരണേ ചേട്ടാ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. തേനീച്ച വന്നു മോളെ. എവിടുന്നോ വന്നു മോളെ. ആ മോളെ AC-ന്റെ മോളില്. എന്നിട്ടോ പറയണ കേക്കോള്. തേനീച്ച വന്നിട്ട് എന്തായി പോളെ പറഞ്ഞു കൊടുക്ക്. ആണോ? എന്നിട്ടോ ചത്തുപോയോ അത്? ആ എത്ര തേനീച്ച ഉണ്ടായിരുന്നു? 2-3 ഒട്ടി കിടക്കുകയാണല്ലേ. എന്റെ പൊന്നേ, എന്നിട്ട് മോള് പേടിച്ചു പോയോ? സത്യം പേടിച്ചു പോയോടി? അയ്യോടി, അമ്മന്റെ പൊന്നിനെ കുത്താൻ അമ്മ സമ്മതിക്കൂല കേട്ടോ. AC വെച്ചിട്ടില്ലേ പൊന്നെ. ഇങ്ങോട്ട് നോക്കൂ. AC അവിടെ ഫിറ്റ് ആക്കിയില്ലേ. ഇനി നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്യണ്ടേ? അച്ഛനും ഞാനും കരുന്ന ഒങ്ങുക. ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്ക്. അപ്പൊ അമ്മേനെയോ? അല്ലൂച്ചനെ എല്ലാരും തൂട്ടു കേട്ടോ. തൂട്ടും അല്ല മോളെ, കൂട്ടും. മോള് ഇങ്ങോട്ട് നോക്കൂ. കൈ മാറ്റൂ. അയ്യോ അമ്മ തുമ്പത്. എന്റെ അമ്മച്ചിയേ. തുമ്പിയേ, അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ. കാക്ക. താത്തല്ല, കാക്ക. യെസ് കാക്ക. ആ കാക്ക. കല്യാണി. നോ കല്യാണി അല്ല, കല്യാണി. കാക്ക. ആ കല്യാണി. അഞ്ജന. അത് ഓക്കെ. കല്യാണിന്റെ പേര് അഞ്ജന എന്നാണ് ഗൈസ്. നിങ്ങളെല്ലാവരും അറിയണം. നമ്മൾ കല്യാണി എന്ന് വിളിക്കെങ്കിലും ശരിക്കത്തെ പേര് അഞ്ജനയാണ്. പക്ഷെ തുമ്പി കല്യാണി വിളിക്ക്. കല്യാണി അല്ല, കല്യാണി. കല്യാണി. നിങ്ങൾ ഇന്നെ ക്ഷീണാക്കുമല്ലോ. നിങ്ങൾ ഭർത്താവിനെ വിളിക്കാനാ ഫോൺ എടുത്ത് വന്നേ? ഒന്ന് വിളിക്ക് നോക്കട്ടെ. എവിടെ എത്തിയെന്ന് ചോദിച്ചോക്ക്. വിളിക്ക്. മാറ്റിയില്ലേ? മാറ്റിക്കുന്നേ. ഇനി അതിലെന്തോ സാധനം സെറ്റ് ചെയ്യണ്ട. അത് സാധനം എടുക്കാൻ പോയതാ മാമൻ കേട്ടോ. എന്തോ ഒരു സാധനം, ഒരു പൈപ്പ് ആ മാമൻ എടുക്കാൻ മറന്നു പോയി. അതാണത്. പാടൂല. പൊള്ളില്ല.
ഇതൊക്കെ ഏത് ഭാഷയാ മോളെ? ഇതാണ് മലയാളം. എന്താണ്? മലയാളമല്ല, മലയാളം. അല്ലൂസിനെ പാട്ട് പാടി കൊടുക്ക്. ഭാരതം 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 എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ ഭാരതം എന്റെ ഭാരതം നാനാജാതി മതങ്ങൾ പാട് കൈകൾ കോർക്കും നാട് പാട് ഇങ്ങോട്ട് തിരിഞ്ഞെന്ന് പാട്. നാനാജാതി മതങ്ങൾ കൈകൾ കോർക്കും നാട് മാനാഭിമാനം നൽകും ഭാരതമാം വീട് ഭാരതം 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 എത്ര സുന്ദരം എൻ്റെ ഭാരതം. അല്ലൂസാണ് സ്കൂളിൽ പോകുന്നെങ്കിൽ ഓൻ്റെ പാട്ടൊക്കെ പഠിക്കുന്നത് ഞാനാണ് ഗൈസ്. പിന്നെ തുമ്പിയും പഠിക്കും ഇല്ല തുമ്പ? അങ്ങോട്ട് നോക്കിയേ. സ്കൂളിൽ പഠിച്ചതാ? എത്ര കൊല്ലായി സ്കൂളിൽ പോന്ന്? എത്രയോ കൊല്ലം? ആകെ വന്നിട്ട് 3 കൊല്ലം തികഞ്ഞില്ല. അപ്പോഴാണ് അവൾ എത്രയോ കൊല്ലം സ്കൂളിൽ പോകുന്നത്. നിങ്ങളെ ഈ തള്ളുണ്ടല്ലോ എൻ്റെ ബാബേട്ട ഒരേറ്റ തള്ളാണ്. ഇങ്ങോട്ട് നോക്കുക. അമ്മയ്ക്ക് ഇനി ഇവിടെ എന്തൊക്കെ പണിയാ തുമ്പി മോളെ അറിയോ? അമ്മ ഈ വയ്യ സത്യം പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് വയറുവേദന എടുക്കുന്നു തുമ്പിയെ. അത് അമ്മയ്ക്കും അങ്ങനെയാണ് ആഗ്രഹം. പക്ഷെ പീരീഡ്സ് അല്ലേ അപ്പൊ പീരീഡ്സ് ആകുമ്പോ നമുക്ക് എന്താവും? വയറുവേദന. എന്ന് വെച്ചിട്ട് അതൊരു കാരണാക്കരുത് നമ്മൾ സ്കൂളിൽ പോവാതിരിക്കാനൊന്നും അല്ലേ? യേസ് അമ്മ പറ. യേസ് അമ്മ. അമ്മയുടെ സ്വത്തുമണിയാണ്, അമ്മയുടെ ചക്കടെ പൊന്നാണിത്. ധനലൊക്കെ അമ്മയാണ് അതച്ചത്. ഇനി നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്യണം. ഓക്കെ അമ്മ പറ. തംസപ്പ് കാണിക്ക്. ഇനി മറ്റേ ഇത് കുത്ത്. എന്ത് അതെന്താ പുതിയതോ? സൂപ്പർ സൂപ്പർ. ഓക്കെ ഗൈസ്, ആ വല്യമ്മ വീഡിയോ എഡിറ്റ് ചെയ്യും. ഹേഷു എന്ത് ചെയ്യണം? തുമ്പിയു ഒച്ച ഉണ്ടാക്കാതെ കേൾക്കണം, മിണ്ടാതിരിക്കും. അപ്പൊ വല്യമ്മ വീഡിയോ എഡിറ്റ് ചെയ്യും. ഇതാണ് വല്യമ്മേന്റെ പ്ലാൻ. ഹേഷു ഒച്ച ഉണ്ടാക്കരുത് കേട്ടോ ഹേഷു. ഓക്കെ വല്യ തുമ്പി അവളെ അടുത്തേക്ക് കിടക്കല്ല, അവളെ തൊടുന്നത് ഒക്കെ ഇഷ്ടമല്ല. ആ തുമ്പി ചേച്ചി അവിടെ കിടക്കൂ കേട്ടോ, വിട്ട് കിടക്കൂല തുമ്പി ചേച്ചി. ആ ഹേഷു നിന്നോടൊരു കാര്യം ഇച്ച് വയ്യാണ്ട് അതങ്ങി കിടക്കുന്നു. ഒരൊറ്റ ഉണ്ടാക്കരുത്. കുട്ടിയുടെ ഇതിൽ കളിച്ചോളൂ. ആ അത് നോക്കി കിടന്നോളൂ. ആ അങ്ങനെ അതും പിടിച്ച് അവിടെ ഇങ്ങനെ കിടക്കില്ല. നിങ്ങൾ ഒറ്റ ഉണ്ടാക്കരുത്. വല്യമ്മ വീഡിയോ എഡിറ്റ് ആക്കട്ടെ, ഇവിടെ ഒരൊച്ച ഉണ്ടാക്കരുത് കേട്ടണോ? എന്താണ് ആ എന്തൊരനുസരണ ആ കാര്യത്ത് ചേച്ചിന്റെ ചേട്ടന്റെ മോള് തന്നെ കണ്ടോ. ചേച്ചി തുമ്പി ചേച്ചി ഒരൊച്ച ഉണ്ടാക്കില്ലല്ലോ അല്ലേ? ഓ തട്ടി കൊടുക്കണോളൂ ഒച്ച ആ നമുക്കുണ്ടല്ലോ ദൂത്തിലേക്കുള്ള വീഡിയോ. ഇതാണ് മക്കളെ അവസ്ഥ. ഇതിൽ നമ്മൾ എവിടെയാണ് എഡിറ്റ് ആക്കുക? എങ്ങനെയാ നമ്മൾ എഡിറ്റ് ആക്കുക? എൻ്റെ തക്കട പെണ്ണാണേ തുങ്കുട പെണ്ണാണേ തക്കുട പെണ്ണേ തുങ്കുട പെണ്ണേ തൊത്തുട പെണ്ണാണേ ഹൊയ് ഹൈ. തുമ്പിയേ ഓള് അനക്ക് ഉമ്മക്കൊന്നും ഇഷ്ടയ്ക്കോ? ഉമ്മക്കൊന്നും ഇഷ്ടമല്ല. ആ ഇല്ലമ്മ ഒരു പാട്ട് പാടട്ടെ. ആ പാട്ടല്ലേ വേറെ പാട്ട് കേട്ടെ, വേറെ പാട്ട് കേട്ടെ. ഇനി മറ്റേ തുമ്പീവാ പാട്. തുമ്പീവാ തുമ്പക്കുടത്തിൽ. അമ്മയും പാടട്ടെ പ്ലീസ്. തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം ആകാശ പൊന്നാനിനിയകളിലായത്തിൽ തൊട്ടേ വരാം. ആകാശ പൊന്നാനിനിയകളിൽ ആയത്തിൽ തൊട്ടേ വരാം. തുമ്പീവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ഇനി ഏത് പാട്ടാ വേണ്ട യേശു?
ഏതാ ഓലത്തുമ്പത്തിരുന്ന് വേണോ? എന്തേം പാടിയിട്ട് പോതള്ളേന്ന്. അതാ മനസ്സിലായി, അതൊക്കെ മനസ്സിലായി. പാടിത്തരേ. ഓലത്തുമ്പത്തിരുന്നൂയലാടും ചെല്ലപ്പൈങ്കിളേ, എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടേ, വെള്ളം കോരിക്കോളിപ്പിച്ച് കിന്നരിച്ചോമനി ചയ്യയ്യാ, എന്റെ മാരിപ്പാളുങ്കിപ്പം രാജപ്പൂ മുത്തായി പോയടേ, എന്താണ് എനിക്ക് ഓർമ്മല്ല കേട്ടോ. പിള്ളദോഷം കളയാൻ മൂന്ന് പുള്ളോർക്കുടമേ, ഓലത്തുമ്പത്തിരുന്നൂയലാടും ചെല്ലപ്പൈങ്കിളേ, എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടേ. കാണുമ്പോളെ പാട്ട് യേശുമോക്ക് ഇഷ്ടായോ? എന്റെ മോളെ ഇത് കുട്ടീന്റെ കളിപ്പാട്ടല്ലേ. അയ്യോ വല്യമ്മേനെ കാണാൻ വയ്യ, വല്യമ്മയ്ക്ക് വയറുവേദന. അത് വാങ്ങിച്ചു തരാം. ഞാൻ അവളോടിന്റെ കുറച്ച് സങ്കടം പറയട്ടെ. വല്യമ്മയ്ക്ക് വയറുവേദന, നീ കേക്കണം. വയറുവേദന, കുറെ പണിയുണ്ട്, ക്ലീനിങ് ഉണ്ട്. തുമ്പി വിട്ട് കിടക്കുക അവന്റെ അടുത്തുനിന്ന്. ദാ മോളെ കാണുന്നുണ്ട്. ഈ തുണി പൊക്കി കാണിക്കരുത്. നമ്മൾ അങ്ങനെ ചെയ്തുകൂടാ മല്ലയ്യ. നിങ്ങൾ ഊരൊക്കെ പൊക്കി എങ്ങോട്ടാ വരുന്നത്? ആരെതുക്കണം നിങ്ങളെ? നിങ്ങളങ്ങനെ എതുക്കാൻ പറ്റൂല. നിങ്ങൾ അവിടെ കിടക്ക്. വെള്ളമുണ്ട് ഷൊന്ന കുട്ടിയെ. ഓമനേ തങ്ങമേ മനസ് കുസുമ്പിപ്പാറോ വരുന്നുണ്ട്, അമ്മയുടെ മൊത്ത് വരണുണ്ട്. അമ്മന്റെ 2 പൊന്നുകളാണിത്. മൂത്ത പൊന്ന് ഇവിടെ അല്ല കേട്ടോ. മൂത്ത പൊന്ന് ഉക്കൂള് പോയി. മുടി വലിച്ചല്ലേടി ചേച്ചീന്റെ. പൊന്നിന്റെ ചേച്ചിയല്ലേ ഇത്. മുടി വലിക്കല്ലോ, അവള് മസാജ് ചെയ്ത് തരാ. ഉണ്ടോ ചേച്ചിക്ക് മസാജൊക്കെ ചെയ്ത് തരൂല്ലേ യേശുമോള്? പേൻ നോക്കുകയാണോ? യേശുപ്പൊന്നേ, തുമ്പിപ്പൊന്നേ, യേശുപ്പൊന്നേ, തുമ്പിപ്പൊന്നേ. ഫോണങ്ങോട്ട് വീണ എല്ലാത്തിൻ്റെയും പൊന്നീച്ച പാറും. യെസ്, ഐ ആം ദ ഭ്രാന്തി. ഓടിക്കോടാ, ഈ തള്ളക്ക് വട്ടാടാന്ന്. ആണോ യേശു? ആണോ? തുമ്പിയെ ഓളടുത്ത് അടുക്കല്ലേ. ഓളടുത്ത് അടുക്കുന്ന ചോക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇങ്ങോട്ട് അമ്മേൻ്റെ അടുത്തേ നീ കിടക്ക്. ഓളടുത്തേ പോകുന്ന ചോക്ക് ദേഷ്യം വരുന്നുണ്ട് മോളെ. മോക്ക് അങ്ങനെ ഇഷ്ടല്ല. മസാജ് ചെയ്യേ? അമ്മ എനിക്ക് വയ്യടോ, കൈ ഇങ്ങനെ ഫോണൊന്നും പിടിച്ച് നിൽക്കാൻ. പണ്ടത്തെ പോലെയല്ല, പഴയ ജിംനാസ്റ്റി ആയിരുന്നു. പക്ഷെ ഇപ്പൊ എത്ര വയ്യ. ഇത് ഞാനല്ലേ മല്ലയ്യ. ഫോണ് കാണുമ്പോ എന്താ വളരെ ശുഷ്കാന്തി. അവന്റെ ഷൊക്കടെ പൊന്നുമണീന്റെ ഓളടുത്തേക്ക് അങ്ങനെ അടുത്ത് കിടക്കല് തുമ്മി മോളെ. പിണക്കമാണോ എന്നോടിണക്കമാണോ തുമ്പി പൊന്നാരി. എന്നായിക്കോട്ടെ, അമ്മ എടേ പോട്ടെ. അമ്മേൻ്റെ അടുത്ത് പിണങ്ങിയ ആൾക്കാരുടെ അടുത്ത് അമ്മ നിൽക്കുന്നില്ല. അമ്മ പോവാ, ബായ്. എന്നാ പിണങ്ങോ?
ചീത്ത പറഞ്ഞില്ലേന്നല്ലേ? എന്താ പറയാ, വാവയുടെ മേലേക്ക് അങ്ങനെ കിടക്കരുത്. അപ്പൊ വാവയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. കുഞ്ഞു വാവയല്ലേ നമ്മുടെ, അല്ലേ? അപ്പൊ അമ്മയുടെ കുട്ടി അമ്മേന്റെ അടുത്തേക്ക് കിടക്കുക. നോക്കിക്കോ ഗൈസ്, എന്റെ തുമ്മിമോൾ എന്റെ അടുത്തേക്ക് എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കും. നോക്കിക്കോ. കെട്ടിപ്പിടിക്കാത്ത എന്താ? അയ്യോ, എന്നെ കെട്ടിപ്പിടിക്കാൻ ആരുല്ലേ? കണ്ടോ തുമ്പിച്ചേച്ചി വല്യമ്മനെ കെട്ടിപ്പിടിച്ചത് കണ്ടോ? വല്യമ്മന്റെ സ്വത്ത് തുമ്പിച്ചേച്ചിന് മുടി വീഴുതല്ലേ കേട്ടോ. തുമ്പിച്ചേച്ചി സുന്ദരിയല്ലേ ഏച്ചുമോളെ? സുന്ദരിന്റെ മുടി പോയാ സുന്ദരിക്ക് സങ്കടാവും ഏച്ചുമോളെ. ഏച്ചുമോളെ ഓക്കെ വല്യമ്മേ പറയടി. ആ തന്നെ ഓക്കെ വല്യമ്മേ. ഓ ഐ സി. അതൊരു ശരിയായ കാര്യം തന്നെ. അയ്യോ മുടിയൊക്കെ പിടിച്ചു വെച്ചു. എന്റെ ചക്കട് പൊന്നാണിത്. അവള് മച്ചാച്ചി. ഓ ഐ സി. ഇത്രയൊക്കെ ബുദ്ധിമുട്ട് നിനക്ക് ഉണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞിരുന്ന. നിനക്ക് എന്ത് സുഖാടി? വല്യമ്മയ്ക്ക് അത് പറയാം. ഇങ്ങനെ കിടക്കുന്നതിന് ബുദ്ധിമുട്ടിക്കേ അറിയൂ. എനിക്ക് എണീറ്റ് ഓടണം എന്ന് അല്ലേ? ഏച്ചുമോളെ മൂക്ക് കുച്ചു ചുച്ചു ചുച്ചു എന്ന് പറഞ്ഞാൽ വല്യമ്മ പിടിച്ചു. ആ വല്യമ്മ എങ്ങനെയാ മൂക്ക് പിടിക്കുക? ഓ ചുച്ചൂൻ ചുച്ചൂൻ ചുച്ചു. എന്റെ സവരയിലെ മുറ. എന്റെ അമ്മച്ചി എവിടെ? ഇവളെ കയ്യിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തൂ എന്നല്ലേ? അമ്മ അപ്പത്തുണ്ടടി, അമ്മ അപ്പത്തുണ്ടടി ശക്കട മുത്തേ. ഇനി വല്യമ്മ കൊറേ പണിയുണ്ട്. വല്യമ്മക്ക് ഹെൽമെറ്റ് ഇടാനൊക്കെ ഉണ്ട് മോളെ. അവന്റെ പൊന്നു ഇവിടെ കിടക്കുവോ? അവന്റെ പൊന്നു ഇവിടെ കിടക്കുവോ? നിങ്ങൾക്ക് ഇഷ്ടമല്ല ഞങ്ങളെ മുഖത്തോടുന്ന് തോന്നുന്നു. കുളിക്കണ്ടേ ഈസോ? കുളിക്കണ്ടേ? ആ മാത്രം പറയല്ലേ വല്യമ്മേ, 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 വല്യമ്മേ. ഓക്കെ ഗായ്സ് ബൈ. അങ്ങനെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ എൻ്റെ പണിയിലേക്ക് തിരിച്ചു വന്നു. അതിൻ്റെ ഇടയ്ക്ക് താഴെ പോയി ചിക്കൻ കഴുകി കൊടുക്കാൻ അങ്ങനെ കുറച്ചൊക്കെ പണികളുണ്ടായിരുന്നു. ഇന്ന് നെയ്ച്ചോറും ചിക്കനായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണിയായിരുന്നു മെയിൻ കുക്ക്. അപ്പോൾ അവിടെ പോയി ആ പണികളൊക്കെ തീർത്തു. പിന്നെ അതുപോലെ ഹേസുവിനെ കുളിപ്പിക്കാനുണ്ടായിരുന്നു, തുമ്പീനെ കുളിപ്പിക്കാനുണ്ടായിരുന്നു, അല്ലൂട്ടനെ മേല് കഴിക്കാനുണ്ടായിരുന്നു. അവർക്ക് ഫുഡ് കൊടുത്തു, ഞാൻ ഫുഡ് കഴിച്ചു, ചായ കുടിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആസി ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങനെ പോയി. അങ്ങനെ മക്കളെ നമ്മളെ ക്ലീനിങ് ഒക്കെ ഇതാ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് പൊടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജനലൊക്കെ തട്ടിയപ്പോൾ നല്ലോണം പൊടിയുണ്ട്. ഇപ്പോൾ നാളത്തെ കാര്യം ഏകദേശം തീരുമാനമായി. എൻ്റെ ആ പണിത്തിരക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഞാൻ അല്ലൂട്ടനെ പഠിപ്പിച്ചു. കാരണം ഡിറ്റേഷൻ ഉണ്ട് കുട്ടിക്ക് നാളെ. ഞാനിപ്പം തുമ്പീനെ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ ഒക്ടോബർ ആകുമ്പോൾ ഓക്ക് 3 വയസ്സ് തികയും കേട്ടോ. പക്ഷേ ഇപ്പോഴാണെങ്കിൽ കൂടിയും എനിക്ക് വെയിറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്നൊരു പെയിൻ വരാണ്ട് മക്കളെ അൺസഹിക്കബിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം വെയിറ്റ് എടുക്കാൻ നിൽക്കാറില്ല. അപ്പോൾ അല്ലൂട്ടനൊക്കെ ഉറങ്ങിപ്പോയവനെ ബെഡിലേക്കൊക്കെ കിടത്തൂലേ, എടുക്കുന്ന പിന്നെ സീനിലാക്കി ഈ കിടത്തുന്ന സമയം അല്ലെങ്കിൽ ഇങ്ങനെ കട്ടിൽ നിന്ന് എടുക്കുന്ന സമയം നമ്മൾ കുനിഞ്ഞിങ്ങോട്ട് നിവരൂലേ, ആ സമയത്തേക്ക് സ്റ്റിച്ചിന് നടന്ന ഒരു 1.5 വേദന വരാണ്ട് കേട്ടോ. അതൊക്കെ ഈ അൺസൈക്കബിൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും സാധനം വെയിറ്റ് ഒക്കെ എടുക്കുമ്പം പേടിയാണ്. ലാഡറൊന്നും പിന്നെ വലിയ വെയിറ്റ് ഉണ്ടായില്ല, എന്നാലും ഞാൻ റിസ്ക് എടുക്കാതെ നീക്കി നിരക്കിയൊക്കെ കൊണ്ടുപോകലുണ്ട്. നിലത്തൊക്കെ വാക്സ് വന്നിട്ട് പറ്റി പിടിച്ച് കിടന്നിട്ട് കത്തിയോണ്ട് കുരച്ചിട്ടൊക്കെയാണ് എങ്ങനെയൊക്കെയോ എടുത്ത് അതൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ റൂമിലുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്. ഇനി അവിടെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ സെക്കൻഡ് അലമാര ഉണ്ടായിരുന്നല്ലോ, അതെടുത്ത് ഞാൻ പുറത്തേക്ക് ഇട്ടു. എനിക്കുണ്ടല്ലോ ഡ്രസ്സ്, ഓർണമെൻറ്റ്സ്, അതായത് ഇയറിങ്സ്, ചെയിനോട് വലിയ ക്രേസ് ഇല്ല. പക്ഷേ ഡ്രസ്സ്, ഇയറിങ്സ്, ചപ്പൽ, ബാഗ്, പിന്നെന്താ നെയിൽ പോളിഷ്, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളോട്, ബാംഗിൾസ്, ഇതിനോടൊക്കെ ഭയങ്കര ഒരു ക്രേസാണ് കേട്ടോ. അത് പണ്ട് തൊട്ടേ അതെ കേട്ടോ. ഞാൻ ഹോസ്റ്റലിൽ നിന്നൊക്കെ ലീവിന് വരില്ലേ, ഓരോ പ്രാവശ്യം ലീവിന് വരുമ്പോഴും വന്ന് പോകുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഒരു ഡ്രസ്സ്, ചപ്പൽ, ബാഗ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ വാങ്ങി തരും കേട്ടോ. അങ്ങനെ ഒരു നല്ല അത്യാവശ്യം നല്ല ആഷ് ബൂഷായിട്ട് തന്നെ കേട്ടോ ജീവിച്ചത്. എന്നുവെച്ചാൽ കുറേ പൈസ ഉണ്ടെന്നല്ല, അപ്പോൾ അമ്മയ്ക്ക് സാലറി കിട്ടുന്നത് എന്താണോ അതിനൊരു പൈസ എടുത്തിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി തന്നിട്ടേ ഹോസ്റ്റലിലേക്ക് വിടാറുള്ളൂ. അങ്ങനെ ഞാൻ ബാഗൊക്കെ ഒന്ന് എല്ലാത്തിനും ഉള്ളിൽ നോക്കുക. കാരണം ഓരോ പ്രാവശ്യം പോയി വരുമ്പോഴും ബാഗിനുള്ളിൽ 100 കൂട്ടം സാധനങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് അവസാനം മക്കളെ നമ്മുടെ റൂം ഇതാ ഈ കോലത്തിലായി കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനം അല്ലേ. നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴും നമ്മൾ റൂമിൽ കിടന്നുറങ്ങുമ്പോഴും നമുക്ക് വല്ലാത്തൊരു ഫീൽ തന്നെ. ഞാൻ 2 പുതിയ ബെഡ്ഷീറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി കണ്ടോളൂ. അതിൽ ഞാൻ ലിങ്കും കൊടുത്തേക്കാം കേട്ടോ. പ്രൊഡക്റ്റിൻ്റെ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഈ വൂളൻ ടൈപ്പ്, അതായത് ഈ വെൽവെറ്റ് ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ ബെഡ്ഷീറ്റ് ഞാനിങ്ങനെ കുറേ വീഡിയോസ് കാണുന്നു. അപ്പോൾ ഞാൻ കാർട്ട് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ 2 കൽപ്പിച്ചങ്ങ് വാങ്ങിച്ചു. പക്ഷേ വാങ്ങിച്ച എന്തായാലും വേർത്താണ്.
അത്രയും അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ. ഞാൻ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അലമാര പുറത്ത് ഇങ്ങനെയാക്കി അതിൽ കുറച്ച് ടോയ്സ് ഒക്കെ എടുത്ത് മുകളിലേക്ക് അങ്ങ് കയറ്റി വെച്ചപ്പോൾ തന്നെ കുറേ സ്പേസ് ഒഴിഞ്ഞ് കിട്ടി. അങ്ങനെ റൂം ഇപ്പോൾ കുറച്ച് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുണ്ട് ഇല്ലേ? നോക്കിയേ, എല്ലാ സാധനവും തിങ്ങി മറിഞ്ഞ് നിൽക്കുന്നതിനേക്കാളും കുറച്ചുകൂടി വൃത്തിയായി കട്ടിലെടുത്ത് ഞാൻ ഇങ്ങനെ തിരിച്ചിട്ടുകൊണ്ട് എന്നും കാണുന്നതിനൊരു വ്യത്യാസം ഉണ്ടായി. ഇനി കുറച്ച് ഇങ്ങനെ കിടക്കട്ടെ, ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിടും. അങ്ങനെ തിരിച്ചും മറിച്ചും നമ്മൾ റൂം വ്യത്യസ്തമാക്കിക്കൊണ്ടേയിരിക്കണം അല്ലേ? നിങ്ങളും എന്നെപ്പോലെ അത്തരം ഒരു ഭ്രാന്തന്മാരാണോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വ്യത്യാസങ്ങൾ വരുത്താൻ. എൻ്റെ റൂമിലാണെങ്കിൽ ഫുള്ള് ഫ്രെയിം ആട്ടോ, അതിൽ പിന്നെ ഒരു മാറ്റം വരുത്താൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് കുറേ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തുമ്പമ്മയ്ക്ക് എന്തായാലും ബെഡ്ഷീറ്റൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. എല്ലാവരും പപ്പ ചെയ്യണേ.